Hello students, today we are going to discuss the second chapter from the second part of your social science textbook, that is titled as In Search of Source of Wind. കാറ്റിൻ്റെ ഉറവിടം തേടി എന്ന ചാപ്റ്ററാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഇൻ ദിസ് ചാപ്റ്റർ വി ആർ ഗോയിങ് ടു ഡിസ്കസ് ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് വിൻഡ് and its formation and the after effects of those winds. അതായത് മക്കളെ, ഈ ചാപ്റ്ററിൻ്റെ ടൈറ്റിൽ തന്നെ നമുക്ക് മനസ്സിലാവും കാറ്റുകളെ കുറിച്ചിട്ട്, അതായത് വ്യത്യസ്ത തരത്തിലുള്ള കാറ്റുകളെ കുറിച്ചിട്ടാണ് നമ്മൾ ഈ ചാപ്റ്ററിൽ പഠിക്കാൻ പോകുന്നത്. എങ്ങനെയാണ് ഇത് ഫോം ചെയ്യുന്നത്, അതിൻ്റെ എഫക്ട്സ് എന്തൊക്കെയാണെന്ന് നമ്മൾ ഈ ചാപ്റ്ററിൽ നോക്കുന്നത്. ഓക്കെ, സോ ബിഫോർ ഡിസ്കസിങ് വാട്ട് ഈസ് വിൻഡ്, ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് വിൻഡ്, യു ഷുഡ് നോ വാട്ട് ഈസ് വിൻഡ്. Wind is simply means the movement of the air around us. അതായത് മക്കളെ, നമ്മുടെ ചുറ്റുമുള്ള വായുവിൻ്റെ ചലനത്തെയാണ് നമ്മൾ എന്ത് പറയുന്നത്, വിൻഡ് എന്ന് പറയുന്നത്. ഓക്കെ, that is the movement of the air around us is called wind. So here, observe here, that is when the sun rays is directly fall on the earth's surfaces, the air on the earth's surfaces become hot and expand towards the up, that is rise up. The hot air is rise up. That time there is cool air is fill the gaps, that is when the hot air is rise up, that gap is filled by the cold air. So there is a movement of air. അതായത് മക്കളെ, ഇവിടെ നിങ്ങളൊന്ന് ശ്രദ്ധിക്കുക. അതായത് മൂവ്മെന്റ് ഓഫ് ദ എയർ എന്ന് പറഞ്ഞാൽ ഈ സൂര്യരശ്മികൾ ഭൂമിൻ്റെ മേലെ പ്രതിഫലിക്കുമ്പോൾ ഇവിടെയുള്ള വായു എന്താവും മക്കളെ, ചൂടാവും. ചൂടായ വായു വികസിച്ചിട്ട് മുകളിലോട്ട് പോവുക. അപ്പോൾ അവിടെ ഒരു ഗ്യാപ്പ് വന്നില്ലേ, ആ ഗ്യാപ്പിന് സൈഡിൽ നിന്ന് വന്ന കൂൾ എയർ ഫില്ല് ചെയ്യും. അപ്പോൾ അവിടെ ഒരു വായുവിൻ്റെ ചലനം ഇവിടെ നിങ്ങൾ ശ്രദ്ധിച്ചു അല്ലേ. ഈ വായുവിൻ്റെ ചലനത്തെയാണ് നമ്മൾ എന്ത് പറയുന്നത്, വിൻഡ് എന്ന് പറയുന്നത്. ഇസ് ഇറ്റ് ക്ലിയർ സ്റ്റുഡൻസ്? സോ there are many factors that influence the different types of wind. അതായത് ഈ വിൻഡ് ഉണ്ടാവാൻ പല ഘടകങ്ങളാണ് സ്വാധീനിക്കുന്നുള്ളത്. ഇൻ ദിസ് ചാപ്റ്റർ യു ആർ സ്റ്റഡിങ് 3 മെയിൻ ബേസിക് കോൺസെപ്റ്റ്. അതായത് ഈ ചാപ്റ്ററിൽ 3 മെയിൻ ബേസിക് കോൺസെപ്റ്റ്സ് ആണ് ഉള്ളത്. ഫസ്റ്റ് വൺ ഈസ് ദ അറ്റ്മോസ്ഫിയറിക് പ്രഷർ. ഫസ്റ്റ് ബേസിക് കോൺസെപ്റ്റ് ഈസ് atmospheric pressure. Second one is the pressure belt, global pressure belt. Third one is atmospheric pressure and wind. These are the 3 main concepts that included in this chapter. Is it clear students? So let's discuss atmospheric pressure. I think all of you heard the atmospheric pressure that you studied in the 9th standard also. Atmospheric pressure is the weight of the atmospheric എയർ. അതായത് മക്കളെ, നമ്മുടെ ചുറ്റുമുള്ള അന്തരീക്ഷ വായുവിൻ്റെ ഭാരത്തെയാണ് നമ്മൾ എന്ത് പറയുന്നത്, അന്തരീക്ഷ മർദ്ദം അല്ലെങ്കിൽ അറ്റ്മോസ്ഫിയറിക് പ്രഷർ എന്ന് പറയുന്നു. ദാറ്റ് ഈസ് എ വെയിറ്റ് ഓഫ് ദ അറ്റ്മോസ്ഫിയറിക് എയർ, ദാറ്റ് ഈസ് കോൾഡ് അറ്റ്മോസ്ഫിയറിക് പ്രഷർ. സോ ദർ ഈസ് an instrument is used for measuring the atmospheric pressure, like the thermometer. Here an instrument is used for the measuring atmospheric pressure, that is mercury barometer. Mercury barometer is an instrument that is used to measuring the atmospheric pressure like temperature. So it was measured in a unit, that is hectopascal, HPA or millibar. It was measured in a unit, that is HPA, hectopascal, or the millibar, MB. That is like temperature. Here the atmospheric pressure is measured in a unit, that is HPA, hectopascal, or the millibar. So the average atmospheric pressure that is exerts on the earth's surfaces, that is 1013.2 MB. The average അറ്റ്മോസ്ഫിയറിക് പ്രഷർ അല്ലെങ്കിൽ ഒരു ആവറേജ് അന്തരീക്ഷ മർദ്ദം, ഭൂമിയിൽ ചെലുത്തുന്ന ആവറേജ് അന്തരീക്ഷ മർദ്ദം എന്ന് പറയുന്നത് എത്ര മക്കളെ, 1013.2 മില്ലി ബാർ ആണ്. ഇസ് ഇറ്റ് ക്ലിയർ സ്റ്റുഡൻസ്? ദ അറ്റ്മോസ്ഫിയറിക് പ്രഷർ ഈസ് ദ വെയിറ്റ് ഓഫ് ദ അറ്റ്മോസ്ഫിയറിക് എയർ. ദർ ഈസ് ആൻ ഇൻസ്ട്രുമെന്റ് ഈസ് യൂസ്ഡ് ഫോർ മെഷറിംഗ് അറ്റ്മോസ്ഫിയറിക് പ്രഷർ ഈസ് mercury barometer. It was measured in a unit, hectopascal or millibar. So the atmospheric pressure or the weight of the air is not same in everywhere.
അതായത് മക്കളെ ഈ അന്തരീക്ഷമർദ്ദം ഓരോ സ്ഥലത്ത് ഒരുപോലെ ആയിരിക്കില്ല, ഇതിൽ വേരിയേഷൻസ് ഉണ്ടാവും. സോ there are several factors that contributed to the variations in the atmospheric pressure. അതായത് മക്കളെ ഈ അന്തരീക്ഷമർദ്ദം എല്ലാ സ്ഥലത്തും ഒരുപോലെ ആയിരിക്കില്ല. ഈ ഒരു അന്തരീക്ഷമർദ്ദത്തിൻ്റെ വേരിയേഷന് പല ഘടകങ്ങളാണ് സ്വാധീനിക്കുന്നുള്ളത്. അതാണ് നമ്മളിനി ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. There are 3 main factors that influence the variations in atmospheric pressure. First one is altitude. Second one is temperature. Third one is humidity. First one is altitude. Second one is temperature. Third one is humidity. Let's discuss how the altitude. Altitude means what? That is the height of a place. That is, we measure the height of a place from the sea level. അതായത് sea level നിന്ന് ഒരു പ്രദേശത്തുള്ള ഹൈറ്റ്, അതാണ് നമ്മൾ അതിൻ്റെ ഹൈറ്റ് എന്ന് മെഷർ ചെയ്യുന്നത് അല്ലേ. ആ ഒരു പ്രദേശത്തിൻ്റെ ഹൈറ്റ് അല്ലെങ്കിൽ ആൾട്ടിറ്റ്യൂഡ് ഓഫ് എ പ്ലേസ് ദാറ്റ് കോൺട്രിബ്യൂട്ട് ടു ദ വേരിയേഷൻസ് ഇൻ ദ അറ്റ്മോസ്ഫെറിക് പ്രഷർ. അതായത് മക്കളെ ഒരു പ്രദേശത്തിൻ്റെ ഉയരം ഈ ഒരു അന്തരീക്ഷ മർദ്ദത്തിന് വ്യത്യാസത്തിന് കാരണമാവുന്നു. അതെങ്ങനെയാണെന്ന് നോക്കാം. സോ വെൻ ദ ഹൈറ്റ് ഓഫ് എ പ്ലേസ് ഈസ് ഇൻക്രീസസ് that time the atmospheric pressure is decreases. അതായത് ഉയരം കൂടുന്തോറും എന്താവും മക്കളെ, അറ്റ്മോസ്ഫെറിക് പ്രഷർ കുറവാകും. That is, when the altitude is increases, the atmospheric pressure is decreases. So the highly altitudinal places not have wind. അതായത് അവിടെ വിൻഡ് കുറവായിരിക്കും എന്ന് വെച്ചാൽ അവിടെ വായു അന്തരീക്ഷ മർദ്ദം കുറവായിരിക്കും. അതുകൊണ്ട് അവിടെ നമുക്ക് എന്ത് കാണാൻ പറ്റില്ല മക്കളെ, കാറ്റുകൾ കുറവായിരിക്കും ഉയർന്ന സ്ഥലത്തിൽ. ഫോർ എക്സാമ്പിൾ certain mountainers they carries the oxygen cylinder. അതായത് ഈ മൗണ്ടൻ പർവ്വതങ്ങളിലോ അതേപോലെ കുന്നുകളിലെല്ലാം കയറുന്നവർ, അതായത് വലിയ വലിയ ഹൈറ്റുള്ള ഹൈലി ആൾട്ടിറ്റ്യൂഡിനൽ പ്ലേസിൽ കയറുന്നവർ കൂടെ എന്തുകൊണ്ടോ ഓക്സിജൻ സിലിണ്ടർ കൊണ്ടുപോകും. എന്തുകൊണ്ടായിരിക്കും? ദറ്റ് ഈസ് വെൻ ദ altitude is increases, there is atmospheric pressure is decreases, there found the rarefaction of air. അതായത് അവിടെ അവർക്ക് ശ്വസിക്കാനുള്ള ഓക്സിജൻ ഉണ്ടാവില്ല, അതിൻ്റെ ലഭ്യത കുറവായിരിക്കും. അതുകൊണ്ടാണ് ഓക്സിജൻ കൊണ്ടുവന്നത്. അതേപോലെ മൂന്നാർ, ഊട്ടി എന്ന ഹൈറ്റുള്ള നല്ല സ്ഥലത്തേക്ക് നിങ്ങൾ വിസിറ്റ് ചെയ്തിട്ടുണ്ടാവും അല്ലേ, ടൂറിസ്റ്റ് പ്ലേസ്. അപ്പം നമുക്ക് അവിടെ ചെവി അടച്ച പോലെ ഒരു ഫീൽ ആവും. ദാറ്റ് ഈസ് ബിക്കോസ് ഓഫ് ദ ലെസ് അറ്റ്മോസ്ഫെറിക് പ്രഷർ ദാറ്റ് ഈസ് എക്സ്പീരിയൻസ് ഇൻ that height places. അതായത് ആൾട്ടിറ്റ്യൂഡ് ഇൻക്രീസ് ആവുന്തോറും അറ്റ്മോസ്ഫെറിക് പ്രഷർ എന്താ മക്കളെ, ദറ്റ് ഈസ് ഡിക്രീസസ്. ഇസ് ഇറ്റ് ക്ലിയർ? നെക്സ്റ്റ് we are going to discuss the second factor that influence the variations in atmospheric pressure, that is temperature അല്ലെങ്കിൽ താപം. That is the second factor that influence the variations in atmospheric pressure. Due to the high temperature, the atmospheric pressure is decreases. The weight of the air is decreases with the increase in temperature. So that is why during the daytime there is low atmospheric pressure with the high temperature. With the high temperature, the atmospheric pressure is low, and at the night time there is the atmospheric pressure is high because there is the temperature is low. So when the temperature is increases, the atmospheric pressure is decreases. അതായത് മക്കളെ അന്തരീക്ഷ മർദ്ദം കൂടുമ്പോൾ എന്താണ്, ടെമ്പറേച്ചർ കുറവാകുമ്പോഴാണ് ഈ അന്തരീക്ഷ മർദ്ദം കൂടുന്നത്. അതായത് ടെമ്പറേച്ചർ കൂടുമ്പോൾ അന്തരീക്ഷ മർദ്ദം കുറവാകും. അതായത് ടെമ്പറേച്ചർ കൂടുതലുള്ള പ്രദേശത്ത് എപ്പോഴും അന്തരീക്ഷ മർദ്ദം അല്ലെങ്കിൽ വായുവിൻ്റെ ഭാരം കുറവായിരിക്കും. Next factor is the humidity. Humidity is the presence of the water content in the atmosphere, that is called humidity. That you know that. That is ആർദ്രത. അതായത് വാട്ടർ കണ്ടന്റിൻ്റെ പ്രസൻസ്, അതായത് അറ്റ്മോസ്ഫിയറിലുള്ള വാട്ടർ കണ്ടന്റിൻ്റെ പ്രസൻസിനാണ് നമ്മൾ എന്ത് പറയുന്നത്, ആർദ്രത എന്ന് പറയുന്നത്. When the humidity increases, the atmospheric pressure is decreases. So the atmospheric pressure is inversely proportional to temperature, altitude and the humidity. അതായത് ടെമ്പറേച്ചർ ആയാലോ ഹ്യൂമിഡിറ്റി ആയാലോ ആൾട്ടിറ്റ്യൂഡ് അല്ലെങ്കിൽ ഉയരം കൂടിയാലേ അറ്റ്മോസ്ഫിയറിക് പ്രഷർ എന്താവും മക്കളെ, കുറവാകും. ഇസ് ഇറ്റ് ക്ലിയർ സ്റ്റുഡൻസ്? സോ ദീസ് led to the variations in atmospheric
pressure. Is it clear? Next we are going to discuss one of the concepts related to the atmospheric pressure, that is isobar. I think all of you heard about isotherm, that is the line that joining the places have equal temperature, same temperature. There is the imaginary line that connects the temperature, equal temperature places, that is called isotherm. Like that, here is a imaginary line that connects the places have same atmospheric pressure. അതായത് മക്കളെ ഒരു രീതിയിലുള്ള അന്തരീക്ഷ മർദ്ദമുള്ള പ്രദേശത്തെ യോജിപ്പിച്ച് വരക്കുന്ന ഒരു സാങ്കല്പിക രേഖയാണ് നമ്മൾ എന്ത് പറയുന്നത് മക്കളെ? ഐസോബാർ. ഐസോബാർ ഈസ് എ ഇമാജിനറി ലൈൻ ദാറ്റ് കണക്ട്സ് ദ പ്ലേസസ് ഹാവിംഗ് ഈക്വൽ അറ്റ്മോസ്ഫിയറിക് പ്രഷർ. ഇസ് ഇറ്റ് ക്ലിയർ സ്റ്റുഡൻസ്? Next we are going to discuss second important basic concept in this chapter, that is global pressure belt. That is, on the basis of atmospheric pressure, that is earth surface is divided into different pressure belt. അതായത് മക്കളെ അന്തരീക്ഷ മർദ്ദ അടിസ്ഥാനത്തിലെ നമ്മുടെ എർത്ത് സർഫേസിനെ പല മർദ്ദമേഖലകളായിട്ടാണ് ഡിവൈഡ് ചെയ്തിട്ടുള്ളത്. ഒബ്സർവ് ഹിയർ, there are 7 pressure belt. On the basis of atmospheric pressure, earth surface is divided into 7 pressure belt. First one is the equatorial low pressure belt, subtropical high pressure belt in the northern and the southern hemisphere, and the subpolar low pressure belt in the northern and the southern hemisphere. Last one is the polar high pressure belt in the northern and the southern hemisphere. So on the basis of atmospheric pressure, this was divided into, earth surface is divided into 7 pressure belt. Is it clear students? So there is several factors influence the formation of such pressure belt. That is, the one is rotation of the earth. One is rotation of the earth, another one is the variations in the amount of sunlight that was received by the earth surfaces. ഈ രണ്ട് ഘടകങ്ങളാണ് ഈ പ്രഷർ ബെൽറ്റ് രൂപകൊള്ളാൻ കാരണമാവുന്നത്. Is it clear? So that is equator. All of you know that equator is a region with high temperature. So that time the places have the high temperature, there is the ഡിഗ്രീസ് ഇൻ അറ്റ്മോസ്ഫിയറിക് പ്രഷർ. അതായത് മക്കളെ എവിടെയാണോ താപം കൂടുതൽ അവിടെ എന്തായിരിക്കും? വായുവിൻ്റെ ഭാരം, അറ്റ്മോസ്ഫിയറിക് പ്രഷർ അല്ലെങ്കിൽ അന്തരീക്ഷ മർദ്ദം കുറവാണെന്നല്ലേ പറഞ്ഞത്. അതായത് ഇക്വേറ്റർ റീജിയനിലെ അന്തരീക്ഷ മർദ്ദം കുറവായിരിക്കും. എന്തുകൊണ്ടാണ്? ഇവിടെ ടെമ്പറേച്ചർ കൂടുതലാണ്. സോ ഹിയർ എക്സ്പീരിയൻസ് ദ ലോ പ്രഷർ. ദാറ്റ് ഈസ് വൈ ഇറ്റ് ഈസ് നെയിംഡ് ആസ് ഇക്വറ്റോറിയൽ ലോ പ്രഷർ ബെൽറ്റ്. ഇസ് ഇറ്റ് ക്ലിയർ? Due to the high temperature, the atmospheric pressure is low here. That is why it is known in the name of equatorial low pressure belt. The weight of the air is less here. So it is also known in the another name, that is doldrum. Why this zone is considered as a doldrum? അതായത് മക്കളെ ഈ ഒരു സോണിനെ ഡോൾഡ്രം എന്ന പേരിലും അറിയപ്പെടുന്നു. എന്തുകൊണ്ടായിരിക്കും? നിർവാത മർദ്ദമേഖല എന്ന പേരിൽ അറിയപ്പെടുന്നു. അതായത് വിൻഡ് സോൺ വിത്ത് നോ വിൻഡ്, അതായത് കാറ്റുകൾ ഇല്ലാത്ത ഒരു സോൺ ആയതുകൊണ്ട് ഇതിനെ ഡോൾഡ്രം എന്ന പേരിലും അറിയപ്പെടുന്നു. ഇസ് ഇറ്റ് ക്ലിയർ? നെക്സ്റ്റ് we are going to discuss what is subtropical high pressure belt. How this subtropical high pressure belt is formed. Here the temperature is high, atmospheric pressure is low. There is no doubt students, here the subtropical high pressure belt, there is temperature is low and the atmospheric pressure is high, because I already mentioned that due to the high temperature the air on the earth surfaces become hot and expands towards the up. So rise up. That time that expanded air is subside in this region. അതായത് ഇവിടുന്ന് ഇക്വറ്റോറിയൽ ലോ പ്രഷർ ബെൽറ്റിൽ നിന്ന് മൂവ് ആയ എയർ ആസ് എ റിസൾട്ട് ഓഫ് ദ റൊട്ടേഷൻ ഓഫ് ദ എർത്ത്, ദാറ്റ് ഹോട്ട് എയർ ഈസ് എൻറ്റർ ഇൻ ടു ദ സബ്ട്രോപ്പിക്കൽ ഹൈ പ്രഷർ ബെൽറ്റ്. അവിടെ സബ്സൈഡ് ആയിട്ട് അവിടെ എന്താ മക്കളെ അവിടെ യോജിപ്പിച്ച് അവിടെ തണുക്കും. ആ വായു ഈ ഹോട്ട്
എയർ ഇവിടെ എത്തുമ്പോൾ തണുക്കും. അങ്ങനെ തണുത്തിട്ട് ഇവിടെ തന്നെ കൂടിച്ചേരും. അങ്ങനെയാണ് ഇവിടെ തണുത്ത വായായതുകൊണ്ട് ടെമ്പറേച്ചർ എന്തായിരിക്കും മക്കളെ? കുറവായിരിക്കും. ദാറ്റ് ഈസ് വൈ ഹിയർ എക്സ്പീരിയൻസ് ഹൈ പ്രഷർ. ദാറ്റ് ഈസ് വൈ ഇറ്റ് ഈസ് നോൺ ഇൻ ദ നെയിം ഓഫ് subtropical high pressure belt. It also known in another name, that is OS latitude. Is it clear, students? Next one is subpolar low pressure belt. There is no doubt, students, due to the rotation of the earth, the cool air from the subpolar region is thrown up to the polar high pressure belt. That time hot air is entered to the subpolar region. That time the here experiences low pressure. അതായത് മക്കളെ ഇവിടുന്ന് ഹോട്ട് എയർ എർത്ത് റൊട്ടേഷൻ കാരണം പോളാർ റീജിയനിലേക്കാണ് ഡിഫ്ലക്ട് ചെയ്യുന്നത്. ആ സമയത്ത് ഇവിടേക്ക് ഹോട്ട് എയർ ആണ് എൻറ്റർ ചെയ്യുന്നത്. ടെമ്പറേച്ചർ കൂടുതലാണെങ്കിൽ ഓട്ടോമാറ്റിക് അവിടെ എന്തായിരിക്കും മക്കളെ? പ്രഷർ കുറവായിരിക്കും. അതുകൊണ്ടാണ് ഇവിടെ പ്രഷർ കുറവായത് കൊണ്ടാണ് ഇതിനെ സബ്പോളാർ ലോ പ്രഷർ ബെൽറ്റ് എന്ന് പറയുന്നത്. ലാസ്റ്റ് വൺ ഈസ് പോളാർ ഹൈ പ്രഷർ ബെൽറ്റ്. യു നോ ദാറ്റ് polar region is a cold region, so there is atmospheric pressure is high, the temperature is low, so that is why it is known as polar high pressure belt. Is it clear, students? Same definition applied to the southern hemisphere. These belts, these you should learn these 4 concepts. That is enough to learn the whole 7 pressure belt. Is it clear, students? Next we are going to discuss atmospheric pressure and wind. So there are several factors that influence the speed and direction of wind. Before that, you should remember 2 points. That is, wind is always blow from high pressure area to the low pressure area. അതായത് മക്കളെ ആ ഫാക്ടർ പഠിക്കുന്നതിന് മുന്നേ നമ്മൾ എന്താണ്, അതായത് ഒരു 2 പോയിന്റ്സ് നമ്മൾ പഠിച്ചിരിക്കണം. അതായത് വൺ ഈസ് വിൻഡ് ഈസ് ഓൾവേസ് ബ്ലോ ഫ്രം ഹൈ പ്രഷർ ഏരിയ ടു ലോ പ്രഷർ ഏരിയ. കാറ്റ് എപ്പോഴും അന്തരീക്ഷമർദ്ദം കൂടുതലുള്ള പ്രദേശത്തു നിന്ന് അന്തരീക്ഷമർദ്ദം കുറവുള്ള പ്രദേശത്താണ് വീശുന്നത്. 1 പോയിന്റ്സ്. ദെൻ ദർ ഈസ് winds are named on the basis of the direction from which they blow. അതായത് ഏത് ദിശയിൽ നിന്നാണോ കാറ്റ് വീശുന്നത് ആ ദിശയുടെ പേരിലാണ് ആ കാറ്റ് അറിയപ്പെടുന്നത്. ഫോർ എക്സാമ്പിൾ ഇത് സദേൺ സൈഡിലാണെങ്കിൽ സൗത്ത് വിൻഡ് എന്ന പേരിലാണ് അറിയപ്പെടുന്നത്. ഈസ്റ്റ് സൈഡ് ആണെങ്കിൽ ഈസ്റ്റ് വിൻഡ്. സോ there are several factors that influence the speed and the direction of the wind that we are going to discuss now. There are several factors. One is pressure gradient, another one is friction, third one is Coriolis force. Pressure gradient, Coriolis force and the friction. These are the 3 main factors that decides the direction and the speed of the wind. അതായത് മക്കളെ വിൻഡിൻ്റെ സ്പീഡായാലും ദിശയായാലും സ്വാധീനിക്കുന്ന ഘടകങ്ങൾ കോരിയോലിസ് ഫോഴ്സ്, പ്രഷർ ഗ്രേഡിയൻറ്റ്, അതേപോലെ ഏതാണ് മക്കളെ? ഫ്രിക്ഷൻ ആണ്. സോ ലെറ്റ്സ് ഡിസ്കസ് വാട്ട് ഈസ് പ്രഷർ ഗ്രേഡിയൻറ്റ്. Observe here, students, pressure gradient is one of the factors that decides the speed of the wind. That decides the speed of the wind. That is the atmospheric pressure difference in between 2 places. That is called pressure gradient. Observe here. So here the mountain region, the atmospheric pressure in mountain region is 250 MB. So this is plain region. Here the atmospheric pressure in plain area is 150 MB. So there is a huge difference in atmospheric pressure. So the atmospheric pressure difference in between plain and mountain area is 100 MB. 250 minus 150, that is 100 MB difference. That is called, that atmospheric pressure difference in between 2 places is called pressure gradient. Is it clear, students? Next one is the pressure gradient force. Pressure gradient force means a force that generates and that help to wind to move from high pressure area to low pressure area. അതായത് അന്തരീക്ഷ മർദ്ദം കൂടിയ പ്രദേശത്തു നിന്ന് കുറവുള്ള പ്രദേശത്തേക്ക് വിൻഡ്, അതായത് കാറ്റ് വീശാൻ സഹായിക്കുന്ന ഒരു ബലം അല്ലെങ്കിൽ ഫോഴ്സിനെയാണ് നമ്മൾ പറയുന്നത് പ്രഷർ ഗ്രേഡിയന്റ് ഫോഴ്സ്. ഹിയർ
ഇവിടെ നിങ്ങൾ കാണുമ്പോൾ മനസ്സിലാവും ഇവിടെ കൂടുതൽ അന്തരീക്ഷമർദ്ദം അല്ലെങ്കിൽ അറ്റ്മോസ്ഫിയറിക് പ്രഷർ എവിടെയാണ്? മൗണ്ടെയിനിലാണ്. അപ്പോൾ കാറ്റ് എപ്പോഴും വീശുന്നത് എവിടെ നിന്നായിരിക്കും മക്കളെ? മൗണ്ടെയിനിൽ നിന്ന് പ്ലെയിനിലോട്ടായിരിക്കും. എന്തുകൊണ്ടാണ്? അറ്റ്മോസ്ഫിയറിക് പ്രഷർ ഇവിടെ ഹൈ ആണ്. ഇസ് ഇറ്റ് ക്ലിയർ സ്റ്റുഡൻസ്? Next we are going to discuss the another factor, that is Coriolis force. Coriolis force is one of the important factor that influence the direction of the wind. അതായത് മക്കളെ കാറ്റിൻ്റെ ദിശയെ സ്വാധീനിക്കുന്ന ഒരു ഘടകമാണ് ഈ കോരിയോലിസ് ഫോഴ്സ് എന്ന് പറയുന്നത്. കോരിയോലിസ് ഫോഴ്സ് ഈസ് occurs due to the rotation of the earth. Due to the rotation of the earth, a force is generated that change the direction of the wind, that decides the direction of the wind. So Coriolis force, one of the force that is generated due to the rotation of the earth. As a result of the Coriolis force, the freely moving bodies on the northern hemisphere, for example wind that is moving in the northern hemisphere, that deflect towards the rightward. അതായത് മക്കളെ നമ്മളിപ്പോൾ ഫ്രണ്ടിൽ എൻ്റെ റൈറ്റ് സൈഡ് നോക്കുക, that is when the wind is moving towards the northward, it deflects towards the right. അതായത് ഇതിൻ്റെ ഡയറക്ഷൻ എങ്ങോട്ട് പോകും മക്കളെ? റൈറ്റിലോട്ട് deflect out as a result of the Coriolis force. For example, when wind is moving towards the east, it was deflected towards the right here. So when it move towards the west, it deflects towards the right. Okay, due to the Coriolis force, the wind is moving in the northern hemisphere is deflect towards the right. In the southern hemisphere, as a result of the Coriolis force, the wind is moving towards the southern side is deflect towards its left. That is, it deflect towards its left. When it's move towards the east, it deflect to the left. When it move towards the west, it deflect to the left. So this law is put forward by Admiral Farrell. Admiral Farrell is found, that is, wind is deflect towards the right in the northern hemisphere and wind is deflect towards the left in the southern hemisphere. This law is known as Farrell law. Is it clear students? അങ്ങനെയാണ് ഇവിടെ കാറ്റിൻ്റെ ദിശകൾ മാറുന്നത്. അതായത് ഇവിടെ ഏത് വന്നു? ഈസ്റ്റ് വെസ്റ്റ്, that is here നോർത്ത് ഈസ്റ്റ്. അതേപോലെ ഇവിടെ എന്ത് വന്നു? ഈസ്റ്റ് വെസ്റ്റ് ആൻഡ് നോർത്ത്. that decides the direction of wind. Is it clear students? Last one of the factor is friction. Friction means karshanam. അതായത് that is the friction is high in the hilly region and the forest region, but it was low in the plain region like desert and oceans. That is one of the third factor. അതായത് മക്കളെ നമ്മളിപ്പോൾ ഹില്ലി റീജിയൻ കാട് പ്രദേശങ്ങളിൽ ഈ കർഷണം അത് കുറവായിരിക്കും. അതായത് തടസ്സങ്ങൾ കൂടുതലായതുകൊണ്ട് വിൻഡിൻ്റെ സ്പീഡ് എന്തായിരിക്കും മക്കളെ? കുറവായിരിക്കും. ദ സ്പീഡ് ഓഫ് ദ വിൻഡ്, ദാറ്റ് ഈസ് വൺ ഓഫ് ദ ഫാക്ടർ ദാറ്റ് ഡിസൈഡ് ദ സ്പീഡ് ഓഫ് ദ വിൻഡ് ഇൻ ദ പ്ലേസസ് ഹാവിംഗ് ഹൈ ഫ്രിക്ഷൻ, ദാറ്റ് ദ സ്പീഡ് ഓഫ് ദ വിൻഡ് ഈസ് low and the friction have the in some places the friction have low friction have that the speed of the wind is low. Is it clear students? അതായത് നമ്മുടെ ഓഷ്യൻ അതേപോലെ ഡെസേർട്ട് ഏരിയയിൽ വിൻഡിൻ്റെ സ്പീഡ് എന്തായിരിക്കും മക്കളെ? കൂടുതലായിരിക്കും. എന്തുകൊണ്ട്? തടസ്സങ്ങളില്ല. അതേപോലെ ഹില്ലി റീജിയനിൽ കുറവായിരിക്കും, തടസ്സങ്ങൾ ഉള്ളതുകൊണ്ട്. Is it clear students? These are the factors that influence the speed and direction of the wind. Next we are going to discuss the pressure belt and the global pressure belt and the wind. So there is, I already mentioned there is several pressure belt. So the wind blowing in between these pressure belt is called planetary wind. The wind is blowing in between these pressure belt is called planetary wind. There are three main planetary wind. One is trade wind, another one is westerlies, third one is easterlies. Trade wind, westerlies and easterlies. Let's discuss what is trade wind, what is easterlies and what is westerlies. That I already mentioned. Trade wind means this is the high pressure belt, this is the low pressure belt. The wind moving from
wind is blow from high pressure belt, subtropical high pressure belt to equatorial low pressure belt is called trade wind. Both in the northern hemisphere and the southern hemisphere, wind is blow from subtropical high pressure belt to equatorial low pressure belt, that is called trade wind. In the northern hemisphere, it is known in the name of northeast trade wind. In the southern hemisphere, it is known in the name of southeast trade wind. And എന്തുകൊണ്ടായിരിക്കും മക്കളെ ഇവിടെ നോർത്ത് ഈസ്റ്റ് എന്നറിയപ്പെടുന്നു, ഇവിടെ സൗത്ത് ഈസ്റ്റ് എന്നറിയപ്പെടുന്നു? എന്തുകൊണ്ടായിരിക്കും? That I